ഫിഷ് ഇഷ്ടമല്ലാത്ത അനക്ക് മമ്മാന്റെ ഈ ബിരിയാണി ഭയങ്കര ഇഷ്ടം. പാനിൽ ഓയിലേക്ക് കൈൻ്റെ കൊണ്ട് ഉള്ളി ഇങ്ങനെ ചെയ്യണേ. എന്നിട്ട് നല്ലോണം വാട്ട. ഈ ഗോൾഡിഷ് കളർ ആയാലും നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്യാം. ടൊമാറ്റോ റെഡിയാവുന്ന നമ്മൾക്ക് ചില്ലി ജിഞ്ചർ ഗാർലിക് ഗ്രൈൻഡ് ചെയ്യാം. ഫിഷ് ബിരിയാണിക്ക് ജിഞ്ചർ ഗാർലിക് കുറച്ച് മതിയേ. ചില്ലി നിങ്ങൾക്ക് വേണ്ടെടുത്ത് പച്ചമണം പോകുന്ന വരെ മിക്സ് ചെയ്യാം. നമുക്ക് കുറച്ച് ലൈമും കൊറിയാൻഡർ ലീഫും ഗരം മസാലയും സോൾട്ടും എല്ലാം ആഡ് ചെയ്ത് മിക്സ് ചെയ്യാ. നല്ലോണം മിക്സ് ആയാലേ ഫിഷിന് ആഡ് ചെയ്യാ. ഫിഷ് പൊട്ടാണ്ട് ശ്രദ്ധിക്കണേ. നെക്സ്റ്റ് കുറച്ച് ഗീ ആഡ് ചെയ്യാ. ഫ്രൈഡ് അണിയൻ ഇട്ട് പിഞ്ച് ഷുഗർ ഇടാ. മസാല കുക്കാവാന് ലോ ഫ്ലെയിമിൽ വെക്കാ. അടക്ക് ഒന്ന് എടുത്തിട്ട് അലക്കി കൊടുക്കണേ. നല്ല സ്മെല്ലുണ്ട്. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ചോറ് വെച്ചാല് നമുക്ക് കീം ഓയിലെല്ലാം ഇട്ട് ഹോൾ സ്പൈസസും ആഡ് ചെയ്ത് അണിയനും ഇട്ട് വാഷ് ചെയ്ത് ഗീ റൈസും ആഡ് ചെയ്യാ. നല്ലോണം അളക്കണേ. സോൾട്ടും ആഡ് ചെയ്യാ. റൈസും നല്ല വറുത്ത് വരുമ്പോ നമുക്ക് ബോയിൽഡ് വാട്ടർ ആഡ് ചെയ്യാ. 1 കപ്പിന് റൈസിന് 1.5 വാട്ടർ എടുക്കണേ. സോൾട്ട് എല്ലാം ചെക്ക് ചെയ്തിട്ട് ലിഡ് ക്ലോസ് ചെയ്യാ. ആ ടൈം കൊണ്ട് നമുക്ക് ഫിഷിന് ഫ്രൈ ചെയ്തെടുക്കാം. ശാലോ ഫ്രൈ മതിയേ. ഒന്ന് ഫ്രൈ ആയാല് മാറ്റി വെക്കാ. റൈസ് കുക്കാവുന്നുണ്ട്. കുറച്ച് മസാല ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാ. ഇങ്ങനെ ചെയ്ത റൈസിക്ക് നല്ല ഫ്ലേവർ ഉണ്ടാവും. എന്നെ കുക്ക് ചെയ്യാൻ വെയിറ്റ് ചെയ്യാ. അടുക്കൊന്ന് തിരിച്ചിടണേ. നമുക്ക് ദമ്മ് ചെയ്യാ. കുറച്ച് റൈസ് മാറ്റിയിട്ട് ഗരം മസാല ഫിഷ് മസാലയും നമ്മൾ ഫ്രൈഡ് ഫിഷും ആഡ് ചെയ്ത് മസാല എടുത്തിട്ട് ഫിഷിൻ്റെ മേലെ കുറച്ച് വെച്ച് നിങ്ങൾ എന്തായാലും ഇങ്ങനെ ചെയ്യണേ. എന്നെ ഫ്രൈഡ് അണിയൻ ആഡ് ചെയ്യാ. കുറച്ച് മല്ലിച്ചപ്പും ആഡ് ചെയ്യാ. നെക്സ്റ്റ് എഗ്ഗി റൈസ് ആഡ് ചെയ്യാ. ഇങ്ങനെ ലെയർ ആയിട്ടാണ് നമ്മൾ ചെയ്യുക. ഫിഷ് വളമ്പുമ്പോൾ പൊട്ടാണ്ട് നോക്കണേ. കെയർഫുള്ളി നിങ്ങൾ എടുക്കണേ. നെക്സ്റ്റ് ലെയർ ഇങ്ങനെ ആയാലേ ബാക്കിയുള്ള റൈസ് എടുത്ത് ഗരം മസാല ആഡ് ചെയ്തിട്ട് ദമ്മാക്കാൻ വെക്ക. ഇതാ നമ്മൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാ. നട്ട്സും റൈസൻസും നിങ്ങൾ മിസ്സാക്കരുത്. ഇതിൻ്റെ കൂടെ സ്പെഷ്യൽ അച്ചാറും കച്ചമ്പറും ചമ്മന്തിയും എല്ലാം കൂട്ടിയിട്ട് കഴിച്ചു നോക്കിയാ.